ഒരു കാരണവശാലും വാഹനം ഓടിക്കുന്നവരും പഠിക്കുന്നവരും ഇങ്ങനെ ഇരുന്ന് വണ്ടി ഓടിക്കരുത്. വാഹനം പഠിച്ചു തുടങ്ങുന്ന ഒരുപാട് പേര് വാഹനം ഡ്രൈവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സീറ്റ് ഇതുപോലെ ഒരുപാട് അടുത്തായിരിക്കും, എന്നിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലായിരിക്കും. അതായത് ഇങ്ങനെ എടുത്തെടുത്ത് തിരിച്ച് ഇടത് സൈഡിലേക്ക് വലത് സൈഡിലേക്ക് ക്ലച്ചും ബ്രേക്കും ഒക്കെ ആക്സിലറേഷനും ഒക്കെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ വണ്ടി ഓടിക്കും. ഈ ഒരു മെത്തേഡിൽ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് മാരകമായിട്ടുള്ള പരിക്ക് നമ്മുടെ നെഞ്ചിന് തലയ്ക്കൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുകൊണ്ട് സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് കൈകൾക്ക് പെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ദീർഘദൂര ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ക്ലച്ചും ബ്രേക്കും ചവിട്ടുന്ന സമയത്ത് നമ്മളുടെ കാലിന് മുട്ട് ഇവിടെ ഇടിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു രീതിയിലായതുകൊണ്ട് തന്നെ നമുക്ക് നടുവിന് പെയിൻ, കഴുത്തിന് വേദന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മുടെ കൈ ഇങ്ങനെ നിവർത്തുന്ന സമയത്ത് നമ്മുടെ കൈയുടെ റിസ്റ്റ് ഏരിയ, ഈ ഒരു ഏരിയ ഈ സ്റ്റിയറിംഗ് വീലിന്റെ ഇവിടെ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നതായിരിക്കണം നമ്മൾ സ്റ്റിയറിംഗ് വീലുമായിട്ട് ഇടേണ്ട സ്പേസ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങളെ അതൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു ലിവർ ഉണ്ട്. ലിവർ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ സീറ്റ് ബാക്കിലേക്ക് എടുത്ത് നീക്കിയിടുന്നു. അതിനുശേഷം വീണ്ടും കൈ ഇങ്ങനെ നിവർത്തുന്ന സമയത്ത് നോക്കി ഒരു നിശ്ചിത സ്പേസ് എനിക്ക് സ്റ്റിയറിംഗ് വീലുമായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ കൈയുടെ റിസ്റ്റ് ഏരിയ വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. എന്നിട്ട് നമ്മൾ ഈ സീറ്റിന്റെ ചാരും കൂടെ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അതായത് നമുക്കൊന്ന് വളരെ സുഖകരമായിട്ട് കംഫർട്ടായിട്ട് ഇരിക്കാവുന്ന പരുവത്തിന് ചെറിയൊരു ചെരിവോട് കൂടി ചാര് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇതിന് ശേഷം നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുക. ഒപ്പം തന്നെ നമ്മൾ ബ്രേക്കും ക്ലച്ചും കറക്റ്റ് ആയിട്ട് എത്തുന്നുണ്ടോ എന്ന് നോക്കുക. ഇപ്പം കണ്ടോ, ഈ ഒരു അകലം ഇടുമ്പോൾ തന്നെ ബ്രേക്കും ക്ലച്ചും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡിൽ ചവിട്ടാനായിട്ട് കഴിയും. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ ഉടൻ തന്നെ പ്രോപ്പറായിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കണം. ഇപ്പം ഈ വണ്ടിക്ക് എയർ ബാഗ് സംവിധാനമുള്ള വാഹനമൊന്നുമല്ല, നോർമൽ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. പക്ഷേങ്കിൽ എയർ ബാഗ് ഉള്ള വാഹനങ്ങളിൽ നമ്മൾ ഇത്തരത്തിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാതെ അടുത്താണ് ഇരിക്കുന്നതെങ്കിലുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും എയർ ബാഗ് പുറത്തേക്ക് വരും. നമ്മുടെ നെഞ്ച്, മുഖത്തിനൊക്കെ പരിക്കുണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. കാരണം നമ്മൾ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ. അപ്പം നിശ്ചിത സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ സേഫ് ആയിട്ട് നോക്കേണ്ട എയർ ബാഗ് ഒരു പരിധിവരെ നമുക്ക് സേഫ്റ്റി നൽകും. അതുകൊണ്ട് കൃത്യമായിട്ടും നിശ്ചിത സ്പേസ് ഇട്ട് മാത്രം, സ്റ്റിയറിംഗ് വീലുമായിട്ടുള്ള ഒരു സ്പേസ് ഇട്ട് മാത്രം നിങ്ങൾ വാഹനത്തിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കൃത്യമായിട്ടും ശ്രദ്ധിക്കുക. അപ്പം തന്നെ നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മുടെ കൂടെ യാത്ര ചെയ്ത് നമ്മൾ പോകുന്ന സമയത്ത് കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ ഫ്രണ്ട് സീറ്റിൽ നമ്മുടെ മടിയിൽ കയറ്റി ഇരുത്തുന്ന സ്വഭാവ രീതി ഉണ്ടെങ്കിൽ അത് നമ്മൾ കോ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഒഴിവാക്കുക. ഇങ്ങനെ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ കുഞ്ഞുങ്ങളുടെ ദേഹത്തേക്ക്, ശരീരത്തേക്ക് എയർ ബാഗ് വന്ന് അടിക്കുകയും അത് വലിയ അപകടങ്ങളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്.